നമസ്കാരം. PYQ സീരീസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറായ സെക്രട്ടേറിയറ്റ് OAയുടെ പാർട്ട് 3 വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പാർട്ട് 1 വീഡിയോയിൽ ഹിസ്റ്ററിയും പാർട്ട് 2 വീഡിയോയിൽ ജോഗ്രഫി, എക്കണോമിക്സ് എന്നീ ക്വസ്റ്റ്യൻസും പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. സോ വെൽക്കം ബാക്ക് ടു എലമെൻ്റൽ PSC. ഇരുപതാമത്തെ ചോദ്യം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 86-ാം ഭേദഗതി. അപ്പോൾ ഈ 86-ാം ഭേദഗതി നമുക്ക് നോക്കാം. ഇത് 2002-ലാണ് 86-ാം ഭേദഗതി വരുന്നത്. 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ടാണ് എന്ത് കൂട്ടിച്ചേർത്തത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് ആരുടെ കടമയാണെന്ന്? മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭേദഗതി. അതിന് ഈ മാതാപിതാക്കളുടെ കടമയാണ് എന്നുള്ള ആ ഒരു കാര്യം ഏതിലാണ് വരുന്നത്? 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ടാണ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ആർട്ടിക്കിൾ 21A അപ്പോൾ എന്താണ്? അതിനകത്ത് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി കൂട്ടിച്ചേർത്തു. അപ്പോൾ ആർട്ടിക്കിൾ 21A പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാണ് എന്നാണ്. അപ്പോൾ 86-ാം ഭേദഗതിയിലാണ് ഈ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇത് മാറിപ്പോലെ, ഒന്ന് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും ഒന്ന് മൗലികാവകാശവും. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്താണ്? മാതാപിതാക്കളുടെ കടമയാണെന്ന് പറയുന്നതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. ഈ 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നൽകുന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് പറയുന്നത് എന്താണ്? അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. എത്രാമത്തെ? 11ാമത്തെ. ഇനി മൗലികാവകാശമാണ്. അതായത് 6 തൊട്ട് 14 വയസ്സിലുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം എന്നത് എന്താണ്? നൽകുക എന്നത് അത് ഈ കുട്ടികളുടെ മൗലികാവകാശമാണ്. അങ്ങനെ പറയുന്ന ആർട്ടിക്കിൾ 21A ആണ്. അതൊരു മൗലികാവകാശമാണ്. ഇത് രണ്ടും 86-ാം ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ബാക്കി ഓപ്ഷൻസിലെ ആ ഒരു ഭേദഗതികൾ കൂടി ഒന്ന് നോക്കാം. 44-ാം ഭേദഗതി 1978-ലാണ് 44-ാം ഭേദഗതി വരുന്നത്. 1978. ആർട്ടിക്കിൾ 31-ലെ സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി മാറ്റി. ആർട്ടിക്കിൾ 31-ലെ സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കിയതാണ് 44-ാം ഭേദഗതി 1978. അതിനു മുമ്പ് സ്വത്തവകാശം എന്തായിരുന്നു? ഒരു മൗലിക അവകാശമായിരുന്നു. അപ്പോൾ ഈ ഭേദഗതിക്ക് ശേഷം ഇതൊരു നിയമപരമായ അവകാശമാക്കി മാറ്റി. നിലവിൽ എവിടെയാണ് ഈ സ്വത്തവകാശം ഉള്ളത്? പാർട്ട് 12-ൽ ആർട്ടിക്കിൾ 300A. പാർട്ട് 12 ആർട്ടിക്കിൾ 300A. അപ്പം 44-ാം ഭേദഗതി എന്നാണ്? 1978. ആർട്ടിക്കിൾ 31-ലെ സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി. പാർട്ട് 12-ൽ ആർട്ടിക്കിൾ 300A നിലവിൽ സ്വത്തവകാശം. ഇനി അടുത്തത് 52-ാമത്തെ ഭേദഗതി. ഇത് 1985-ലാണ് 52-ാം ഭേദഗതി. 1985. 10ാം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തു. ഏതാണ്? 10ാം ഷെഡ്യൂൾ. അപ്പോൾ ഈ 10ാം ഷെഡ്യൂൾ എന്താണ്? കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം 10ാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമം. വർഷം ഏതാണ്? 1985. അടുത്തത് 92-ാമത്തെ ഭേദഗതി. ഇത് 2003-ലാണ് 92-ാം ഭേദഗതി. 2003. 100-ാം ഭേദഗതി ബിൽ അവതരിപ്പിച്ച ഭേദഗതിയാണ് ഈ 92. 100-ാം ഭേദഗതി ബിൽ അവതരിപ്പിച്ച ഭേദഗതിയാണ് 92. ഇതിൻ്റെ പ്രത്യേകത 4 ഭാഷകൾ കൂട്ടിച്ചേർത്തു.
ഭരണഘടനയിൽ 4 ഭാഷകൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ 22 ഭാഷകൾ ടോട്ടൽ വന്നു. എത്ര എണ്ണമാണ്? 4 ഭാഷയാണ് കൂട്ടിച്ചേർത്തത്. ടോട്ടൽ ഇപ്പോൾ എത്ര ഭാഷയുണ്ട്? 22 ഭാഷകളുണ്ട്. അപ്പോൾ കൂട്ടിച്ചേർത്ത ആ 4 എണ്ണം നമുക്ക് നോക്കാം. ബോഡോ എവിടെയാണ്? ആസാമിലെയാണ്. ബോഡോ ആസാം. സന്താലി വെസ്റ്റ് ബംഗാൾ. മൈഥിലി ബീഹാർ. ഡോഗ്രി ജമ്മു കാശ്മീർ. ബോഡോ ആസാം, സന്താലി വെസ്റ്റ് ബംഗാൾ, മൈഥിലി ബീഹാർ, ഡോഗ്രി ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം, 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടന കരട് രേഖ നിർമ്മിച്ചത്? ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, മോട്ടിലാൽ നെഹ്റു. അപ്പം ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ആരുടെ പേരാ? BR അംബേദ്കറിൻ്റെ പേരാണ്. അംബേദ്കർ എന്താണ്? 1947 ഓഗസ്റ്റ് 29 1947 ഓഗസ്റ്റ് 29 രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പം നിലവിലെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്, അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. 1928 ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? മോട്ടിലാൽ നെഹ്റുവിൻ്റെ. അപ്പോൾ 1928 ആണെങ്കിൽ അത് മോട്ടിലാൽ നെഹ്റു, 1947 ആണെങ്കിൽ അംബേദ്കർ. അടുത്തത്, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ഇതിൻ്റെ ആൻസർ എന്താ? രാഷ്ട്രത്തലവൻ്റെ പേര്. ഓപ്ഷൻ ബി ആണ് ആൻസർ, രാഷ്ട്രത്തലവൻ്റെ പേര്. രാഷ്ട്രത്തലവൻ്റെ അധികാരം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രത്തിൻ്റെ പേര് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. നിയമനിർമ്മാണ സഭയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രത്തലവൻ്റെ പേര് അത് ഒരു 5 വർഷം കൂടുമ്പോൾ മാറുമല്ലോ. ആ തലവൻ്റെ പേരെന്താണ്? ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ സി ആണ്, 40. അപ്പോൾ ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. 42 എന്താണ് പറയുന്നത്? മനുഷ്യത്വപരമായ തൊഴിൽ സാഹചര്യങ്ങൾ. 42 മനുഷ്യത്വപരമായ തൊഴിൽ സാഹചര്യങ്ങൾ. ഈ 40ഉം 42ഉം നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഇതിനകത്ത് വരുന്നതാണ് 40ഉം 42ഉം. അപ്പോൾ 40 എന്താണ്? വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്നു. 42 മനുഷ്യത്വപരമായ തൊഴിൽ സാഹചര്യങ്ങൾ. ഇനി 52 എന്താണ്? പ്രസിഡൻറ്റ്. 52 പ്രസിഡൻറ്റ്. 54 ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്. 54 എന്താണ്? ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്. 52 പ്രസിഡൻറ്റ്, 54 ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്. അടുത്ത ചോദ്യം, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ്, ലോർഡ് റിപ്പൺ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്? ലോർഡ് റിപ്പൺ. ഇത് ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കോഡ്, നമ്മുടെ ഈ പഞ്ചായത്തൊക്കെ റിബൺ വെച്ച് ഉദ്ഘാടനം ചെയ്തു എന്നാണ്. പഞ്ചായത്ത് റിബൺ വെച്ചിങ്ങനെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ലോർഡ് റിപ്പൺ. ഇനി നമുക്ക് ഇങ്ങനെ പിതാവായിട്ടുള്ള കുറച്ച് പേരും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ലോർഡ് കോൺവാലീസ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവാണ് ലോർഡ് കോൺവാലീസ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് ആരാണ്? വില്യം ബെൻഡിക്റ്റ്. അപ്പം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ലോർഡ് റിപ്പൺ, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ലോർഡ് കോൺവാലീസ്, ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെൻഡിക്റ്റ്. ഈ സിവിൽ സർവീസിൻ്റെ പിതാവ് ലോർഡ് കോൺവാലീസിനെ സിവിലും ഈ വാലീസും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വെക്കാം.
അടുത്ത ഇന്ത്യൻ പീനിയൽ കോഡിൻ്റെ, അതായത് IPC പിതാവ് ആരായിരുന്നു? മെക്കാളെ പ്രഭുവാണ്. IPC പിതാവ് മെക്കാളെ പ്രഭു. അപ്പോൾ ഈ IPC നടപ്പാക്കിയത് ആരാന്ന് ഓർക്കണം, കാനിങ് പ്രഭുവാണ് IPC നടപ്പാക്കിയത്. ഇന്ത്യൻ പീനിയൽ കോഡിൻ്റെ പിതാവ് മെക്കാളെ പ്രഭു ആണെങ്കിലും ഇത് നടപ്പാക്കിയത് കാനിങ് പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് ആരാണ്? ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. ഇപ്പോൾ ലോർഡ് റിപ്പൺ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ലോർഡ് കോൺവാലീസ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെൻഡിക്റ്റ്. IPCയുടെ പിതാവ് മെക്കാളെ പ്രഭു. ആധുനിക ഇന്ത്യയുടെ പിതാവ് ഡൽഹൌസി പ്രഭു. IPC നടപ്പാക്കിയത് കാനിങ് പ്രഭു. അടുത്ത ചോദ്യം, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. ഈ യൂണിഫോം സിവിൽ കോഡ് ഏതിനകത്താണ് വരുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് യൂണിഫോം സിവിൽ കോഡ് വരുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 44. അപ്പം 4 യൂണിഫോം, അങ്ങനെ ഒന്ന് 2 4 അപ്പോൾ യൂണിഫോം വെച്ച് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പം മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഈ യൂണിഫോം സിവിൽ കോഡ് വരുന്നത്. ഇത് നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പക്ഷേ ആദ്യമേ തൊട്ട് നിലവിലുള്ള സംസ്ഥാനം ഏതാണ്? അത് ഗോവ. ആദ്യം നടപ്പാക്കിയത് ഉത്തരാഖണ്ഡാണ്. ആദ്യമേ തൊട്ട് ഇത് നിലവിലുണ്ടായിരുന്ന സംസ്ഥാനം ഗോവയാണ്. അടുത്തത്, മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ ബി പാർലമെൻ്ററി കാര്യ സമിതി. ഓപ്ഷൻ ബി പാർലമെൻ്ററി കാര്യ സമിതി. ഇപ്പം നമുക്ക് ജസ്റ്റ് ആ 8 കമ്മിറ്റികൾ, ഈ 8 ക്യാബിനറ്റ് കമ്മിറ്റികൾ ഏതാണെന്നൊന്ന് നോക്കാം. ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത് അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ്. അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ്. ഇതിനകത്ത് ആകെ 2 പേരേ ഉള്ളൂ, ഒന്ന് മോദിയും ഒന്ന് അമിത്ഷാ. അപ്പം അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ്. അടുത്തത് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. മൂന്നാമത്തേത് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. 4 പൊളിറ്റിക്കൽ അഫയേഴ്സ്. പൊളിറ്റിക്കൽ അഫയേഴ്സ്. 5 ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. നിക്ഷേപ വളർച്ചാ സമിതി എന്ന് നമുക്ക് ഓപ്ഷൻ ഡി ആയിട്ട് തന്നിട്ടില്ലേ, 4ാമത്തെ ഓപ്ഷനായിട്ട്, ആ ഒരു കമ്മിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. 6ാമത്തെ കമ്മിറ്റി സ്കിൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലിവ്ലിഹുഡ്. സ്കിൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലിവ്ലിഹുഡ്. 7ാമത്തേത് പാർലമെൻ്ററി അഫയേഴ്സ്. 8ാമത്തേത് അക്കൊമഡേഷൻ. 7 പാർലമെൻ്ററി അഫയേഴ്സ്, 8 അക്കൊമഡേഷൻ. ഇതിനകത്ത് ഈ പാർലമെൻ്ററി അഫയേഴ്സിലും അക്കൊമഡേഷനിലും പ്രധാനമന്ത്രി അംഗമല്ല. പാർലമെൻ്ററി അഫയേഴ്സിലും അക്കൊമഡേഷനിലുമാണ് പ്രധാനമന്ത്രി അംഗമല്ലാത്തത്. പിന്നെ ഈ സെക്യൂരിറ്റി കമ്മിറ്റിയിലെ, ചിലപ്പോൾ ഇനി ഈ സെക്യൂരിറ്റി കമ്മിറ്റിയൊക്കെ ചോദിച്ചെങ്കിൽ ഈ ഇന്ത്യ പാക് യുദ്ധം പോലെയൊക്കെ നടന്നില്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഈ സെക്യൂരിറ്റി കമ്മിറ്റിയിൽ ഒരു 5 പേരാണുള്ളത്. അത് ഏതൊക്കെ മിനിസ്ട്രീസിലെ ആൾക്കാരാണ് ഉള്ളതെന്ന് നോക്കാം. 1 പ്രൈം മിനിസ്റ്റർ. സെക്യൂരിറ്റി കമ്മിറ്റിയിൽ 1 പ്രൈം മിനിസ്റ്റർ. 2ാമത്തെ സെക്യൂരിറ്റിയിലെ, അപ്പോൾ ഉറപ്പായിട്ടും ആരുണ്ട്? ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ട്. ഡിഫൻസ് മിനിസ്റ്റർ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ. ആരാണ് ഡിഫൻസ് മിനിസ്റ്റർ? രാജ്നാഥ് സിംഗ്. 3ാമത്തേത് ഹോം അഫയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 4ാമത്തെ വ്യക്തി ഫൈനാൻസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ അഫയേഴ്സ്, നമ്മുടെ നിർമ്മല സീതാരാമൻ, ധനകാര്യ വകുപ്പ് മന്ത്രി. 5ാമത്തേത് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതാരാ? എസ് ജയശങ്കർ. അപ്പോൾ 5 മന്ത്രിമാരുണ്ട്. ഇതിനകത്ത് 5 പേരുണ്ട് ഈ സെക്യൂരിറ്റി കമ്മിറ്റിയിൽ. ആരൊക്കെയാണ്? 1 പ്രൈം മിനിസ്റ്റർ, 2 ഡിഫൻസ് മിനിസ്റ്റർ, 3 ഹോം മിനിസ്റ്റർ, 4 ഫൈനാൻസ് മിനിസ്റ്റർ, 5 എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ. അടുത്ത ചോദ്യം, തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ സി ആണ്, 1 3. 1 3. തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് ശരിയാണ്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ഇത് രണ്ടും ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്നുള്ളത് തെറ്റാണ്. അപ്പം നമുക്ക് ഈ തദ്ദേശ ഗവൺമെൻറ് കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഇലക്ഷൻ അല്ലേ പറഞ്ഞത്. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പം ഈ തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ്? ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ അതിൻ്റെ കാലാവധി എന്താ? 5 വർഷം 65 വയസ്സ്. ഒന്നെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി. ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ്, മേൽനോട്ടം, നേതൃത്വം, നിയന്ത്രണം ഇതെല്ലാം വഹിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അതുപോലെ തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വേണ്ടിയിട്ടുള്ള വോട്ടർ പട്ടിക അത് തയ്യാറാക്കുന്നതും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് മേൽനോട്ടം, നേതൃത്വം, നിയന്ത്രണം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ എല്ലാം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. 1993 ഡിസംബർ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 243 ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പം ഇത് നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. അപ്പോൾ രാജി നൽകുന്നത് ആർക്ക് തന്നെ? ഗവർണർക്ക്. നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ. നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നുകൂടെ നോക്കാം. തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നിയമിക്കുന്നത് ഗവർണർ, രാജി നൽകുന്നതും ഗവർണർക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ്, മേൽനോട്ടം, നേതൃത്വം, നിയന്ത്രണം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ ഇവയാണ് അവരുടെ ജോലികൾ. ഇനി നിലവിൽ വന്നത് 1993 ഡിസംബർ 3 ആർട്ടിക്കിൾ 243 പ്രകാരം. നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് ഡോക്ടർ രത്തൻ യു ഖേൽക്കർ. നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. അടുത്ത ചോദ്യം, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, അതായത് നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 2 ശരി. 1 2. നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ 5 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. നിയമിക്കുന്നവരാണ് സംസ്ഥാന ഗവൺമെൻറ്. 5 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ഇവിടെ സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു എന്നുള്ളത് തെറ്റാണ്. മറിച്ച് ഇവരുടെ ഉത്തരവാദിത്വം എന്താണ്? പഞ്ചായത്തുകളുടെയും നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി പഠിക്കാനും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഗവർണർക്ക് ശുപാർശകൾ നൽകാനുമായിട്ടാണ് നിലവിൽ വന്നത്. എന്താണ്? പഞ്ചായത്തുകളുടെയും നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി പഠിക്കാനും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഗവർണർക്ക് ശുപാർശകൾ നൽകാനുമായി നിലവിൽ വന്നത്. ഇത് ഇവരുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇതാണ്, അതേപടിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ ഗവർണർക്ക് ശുപാർശ എന്നുള്ള കാര്യം എടുത്ത് പഠിക്കണം. അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെയും നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി പഠിക്കാൻ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് പഠിക്കണം.
ഇതുമായി ബന്ധപ്പെട്ട, അതായത് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 243I, 243Y, 243I, 243Y. അപ്പോൾ ചോദിക്കട്ടെ, ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണോ അതോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? ഇവിടെ ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തല്ലോ. ഈ ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ ധനകാര്യ കമ്മീഷൻ വന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. രൂപം കൊണ്ടത് 1994 ഏപ്രിൽ 23. 1994 ഏപ്രിൽ 23. ആദ്യ ചെയർമാൻ PM എബ്രഹാം. ആദ്യ ചെയർമാൻ ആരാണ്? PM എബ്രഹാം. നിലവിലെ ചെയർമാൻ, അതായത് 7ാമത്തെയാണ്, നിലവിലെ ചെയർമാൻ KN ഹരിലാൽ. നിലവിലെ ചെയർമാൻ ആരാണ്? KN ഹരിലാൽ. കാലാവധി 5 വർഷം. അംഗങ്ങൾ എത്ര പേരാണ്? ചെയർമാൻ ഉൾപ്പെടെ 3 പേർ. അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 3 പേര്. സെക്രട്ടറി P. അനിൽ പ്രസാദ്. സെക്രട്ടറി P. അനിൽ പ്രസാദ്. നിയമിക്കുന്നത് ഗവൺമെൻറ്. ഇപ്പോൾ സെക്രട്ടറി എന്ന് ഓർത്തിരിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഏതാണ്? ഓപ്ഷൻ A ആണ് 1ഉം 2ഉം. കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെൻറ്റും. ഈ 2 ഓപ്ഷൻസാണ് ശരിയായിട്ടുള്ളത്. ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? സംസ്ഥാന ലിസ്റ്റ്. അപ്പോൾ ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത്, കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നത്. ഇത്രയും നമുക്കൊന്ന് നോക്കാം. കുറച്ചധികം ഉണ്ട്, എഴുതി തന്നെ പഠിക്കണം. യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതാണ് പ്രതിരോധം, യുദ്ധം, സമാധാനം, ലോട്ടറി, പൗരത്വം, തുറമുഖം, സിനിമ. ഇനിയുണ്ട്. ആദ്യം ഇതൊന്നുകൂടെ നോക്കാം. പ്രതിരോധം, യുദ്ധം, സമാധാനം, ലോട്ടറി, പൗരത്വം, തുറമുഖം, സിനിമ. ഇനി ടെലിഫോൺ, തപാൽ, കോർപ്പറേഷൻ നികുതി, ഇൻഷുറൻസ്, ബാങ്ക്. ടെലിഫോൺ, തപാൽ, കോർപ്പറേഷൻ നികുതി, ഇൻഷുറൻസ്, ബാങ്ക്. വിസ, പാസ്പോർട്ട്, വിദേശ രാജ്യം, നാഷണൽ ഹൈവേ, ഇൻകം ടാക്സ്. വിസ, പാസ്പോർട്ട്, വിദേശ രാജ്യം, നാഷണൽ ഹൈവേ, ഇൻകം ടാക്സ്. പേറ്റൻറ്റ്, പകർപ്പവകാശം, തീർത്ഥാടനം, റെയിൽവേ, വിദേശ വ്യാപാരം, നാണയവ്യവസ്ഥ. പേറ്റൻറ്റ്, പകർപ്പവകാശം, തീർത്ഥാടനം, റെയിൽവേ, വിദേശ വ്യാപാരം, നാണയവ്യവസ്ഥ. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിലുള്ളതെല്ലാം ഒന്നുകൂടെയും പറയാം. പ്രതിരോധം, യുദ്ധം, സമാധാനം, ലോട്ടറി, പൗരത്വം, തുറമുഖം, സിനിമ, ടെലിഫോൺ, തപാൽ, കോർപ്പറേഷൻ നികുതി, ഇൻഷുറൻസ്, ബാങ്ക്, വിസ, പാസ്പോർട്ട്, വിദേശ രാജ്യം, നാഷണൽ ഹൈവേ, ഇൻകം ടാക്സ്. പേറ്റൻറ്റ്, പകർപ്പവകാശം, തീർത്ഥാടനം, റെയിൽവേ, വിദേശ വ്യാപാരം, നാണയവ്യവസ്ഥ. അടുത്തത് സ്റ്റേറ്റ് ലിസ്റ്റ്. കൃഷി, മത്സ്യം, പൊതുജനാരോഗ്യം, കാർഷിക നികുതി, കെട്ടിട നികുതി, ഭൂനികുതി. കൃഷി, മത്സ്യം, പൊതുജനാരോഗ്യം, കാർഷിക നികുതി, കെട്ടിട നികുതി, ഭൂനികുതി. തദ്ദേശ സ്വയംഭരണം, ഗതാഗതം, ക്രമസമാധാനം, പോലീസ്, ജയിൽ, ടോൾ. തദ്ദേശ സ്വയംഭരണം, ഗതാഗതം, ക്രമസമാധാനം, പോലീസ്, ജയിൽ, ടോൾ. മദ്യം, വാണിജ്യം, വ്യാപാരം, കന്നുകാലി പരിപാലനം, സ്റ്റേറ്റ് PSC, പന്തയം, ഗ്യാസ്, സത്രം സൂക്ഷിപ്പുകാരൻ. മദ്യം, വാണിജ്യം, വ്യാപാരം, കന്നുകാലി പരിപാലനം, സ്റ്റേറ്റ് PSC, പന്തയം, ഗ്യാസ്, സത്രം സൂക്ഷിപ്പുകാർ. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് മൊത്തം ഒന്നുകൂടെ നോക്കാം. കൃഷി, മത്സ്യം, പൊതുജനാരോഗ്യം, കാർഷിക നികുതി, കെട്ടിട നികുതി, ഭൂനികുതി, തദ്ദേശ സ്വയംഭരണം, ഗതാഗതം, ക്രമസമാധാനം, പോലീസ്, ജയിൽ, ടോൾ. മദ്യം, വാണിജ്യം, വ്യാപാരം, കന്നുകാലി പരിപാലനം, സ്റ്റേറ്റ് PSC, പന്തയം, ഗ്യാസ്, സത്രം സൂക്ഷിപ്പുകാർ. അടുത്തത് കൺകറൻറ്റ് ലിസ്റ്റ്. മാരേജ്,
പോപ്പുലേഷൻ കൺട്രോൾ, ഫാമിലി പ്ലാനിംഗ്, എഡ്യൂക്കേഷൻ, എക്കണോമിക് പ്ലാനിംഗ്, സാമൂഹിക ആസൂത്രണം. മാരേജ്, പോപ്പുലേഷൻ കൺട്രോൾ, ഫാമിലി പ്ലാനിംഗ്, എഡ്യൂക്കേഷൻ, എക്കണോമിക് പ്ലാനിംഗ്, സാമൂഹിക ആസൂത്രണം. ഇലക്ട്രിസിറ്റി, ക്രിമിനൽ കേസ്, ജുഡീഷ്യറി, വൈൽഡ് ആനിമൽ, ഫോറസ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽ, ഡിവോഴ്സ്. ഇലക്ട്രിസിറ്റി, ക്രിമിനൽ കേസ്, ജുഡീഷ്യറി. ഇവിടെ ജുഡീഷ്യറിയിൽ നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെ എന്ന് ഓർത്ത് വയ്ക്കണം. ഇലക്ട്രിസിറ്റി, ക്രിമിനൽ കേസ്, ജുഡീഷ്യറി, വൈൽഡ് ആനിമൽ, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽ, ഫോറസ്റ്റ്, ഡിവോഴ്സ്. ഫോറസ്റ്റ്, ഡിവോഴ്സ്. ഇവിടെ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽ എടുത്തു പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ വൈൽഡ് ആനിമൽ എന്ന് മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആരായിരിക്കും, അങ്ങനൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് രണ്ടും ഇങ്ങനെ എടുത്തു പറഞ്ഞത്. ബാക്കി നോക്കാം. വില നിയന്ത്രണം, അളവ് തൂക്കം, കൃഷി ഒഴികെയുള്ള സ്വത്തിൻ്റെ കൈമാറ്റം. കൃഷി ഒഴികെയുള്ള സ്വത്തിൻ്റെ കൈമാറ്റം. തൊഴിലാളി സംഘടനകൾ, ദത്തെടുക്കലും പിന്തുടർച്ചാവകാശം. ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും. വില നിയന്ത്രണം, അളവ് തൂക്കം, കൃഷി ഒഴികെയുള്ള സ്വത്തിൻ്റെ കൈമാറ്റം, തൊഴിലാളി സംഘടനകൾ, ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും. ഇപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് ഒന്ന് നോക്കാം. മാരേജ്, പോപ്പുലേഷൻ കൺട്രോൾ, ഫാമിലി പ്ലാനിംഗ്, എഡ്യൂക്കേഷൻ, എക്കണോമിക് പ്ലാനിംഗ്, സാമൂഹിക ആസൂത്രണം, ഇലക്ട്രിസിറ്റി, ക്രിമിനൽ കേസ്, ജുഡീഷ്യറി, വൈൽഡ് ആനിമൽ, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽ, ഫോറസ്റ്റ്, ഡിവോഴ്സ്. വില നിയന്ത്രണം, അളവ് തൂക്കം, കൃഷി ഒഴികെയുള്ള സ്വത്തിൻ്റെ കൈമാറ്റം, തൊഴിലാളി സംഘടനകൾ, ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും. അടുത്ത ചോദ്യം, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓൾ ഓഫ് ദി എബോവ്. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. ആസ്ഥാനം പട്ടം, തിരുവനന്തപുരം. കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. അപ്പോൾ നമുക്ക് വനിതാ കമ്മീഷൻ്റെ ബാക്കി കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് രൂപീകരിച്ചത് 1996 മാർച്ച് 14 1996 മാർച്ച് 14. ആസ്ഥാനം പട്ടം, തിരുവനന്തപുരം. പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. ആദ്യ അധ്യക്ഷ സുഗതകുമാരി. ആദ്യ അധ്യക്ഷ സുഗതകുമാരി. നിലവിലെ അധ്യക്ഷ പി സതീദേവി. 7ാമത്തെയാണ്. നിലവിലെ അധ്യക്ഷ പി സതീദേവി. 2 തവണ അധ്യക്ഷയായത് ഡി ശ്രീദേവി. 2 തവണ അധ്യക്ഷയായത് ഡി ശ്രീദേവി. നിലവിലെ ഡയറക്ടർ ഷാജി സുഗുണൻ IPS. നിലവിലെ ഡയറക്ടർ ഷാജി സുഗുണൻ. രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 5. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? 5. അംഗങ്ങൾ ചെയർപേഴ്സൺ ഒരാൾ, പിന്നെ 4ൽ കുറയാത്ത അംഗങ്ങൾ. ഒരു ചെയർപേഴ്സൺ പ്ലസ് 4ൽ കുറയാത്ത അംഗങ്ങൾ. ഈ അംഗങ്ങളിൽ ഒരാൾ എന്തായിരിക്കണം? SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം. അംഗങ്ങളിൽ ഒരാൾ SC/ST വിഭാഗത്തിൽ നിന്നുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും വനിതകളായിരിക്കണം. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങളും വനിതകളായിരിക്കണം. നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ. നിയമിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാർ. ഇപ്പോൾ രാജിക്കത്ത് ആർക്ക് തന്നെയാണ്? സംസ്ഥാന സർക്കാരിന് തന്നെ. കാലാവധി 5 വർഷം. കാലാവധി 5 വർഷം. ക്വാറം സെക്ഷൻ 7 ക്വാറവുമായി ബന്ധപ്പെട്ടത്. യോഗത്തിൻ്റെ ക്വാറം എത്രയാണ്? 4. യോഗത്തിൻ്റെ ക്വാറം 4. നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെക്ഷൻ 11. ക്വാറം സെക്ഷൻ 7. രൂപീകരണവുമായി ബന്ധപ്പെട്ടത് 5. ക്വാറവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 7. നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ടത് 11. ഇവരുടെ അധികാരങ്ങൾ പറയുന്നത് സെക്ഷൻ 15. അധികാരങ്ങൾ 15, ചുമതലകൾ 16. അധികാരം 15, ചുമതല 16. അതുപോലെ തന്നെ റിപ്പോർട്ട്
19 റിപ്പോർട്ട് സെക്ഷൻ 19. ആർക്കാണ് റിപ്പോർട്ട് നൽകുന്നത്? സംസ്ഥാന സർക്കാരിനാണ് റിപ്പോർട്ട് നൽകുന്നത്. ഈ സംസ്ഥാന സർക്കാർ ഇത് എവിടെ വയ്ക്കണം? നിയമസഭയ്ക്ക് മുൻപാകെ വെക്കണം. അപ്പോൾ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടത് സെക്ഷൻ 19. സംസ്ഥാന സർക്കാരിനാണ് റിപ്പോർട്ട് നൽകേണ്ടത്. സർക്കാർ ഇത് നിയമസഭ മുൻപാകെ സമർപ്പിക്കും. അതുപോലെ തന്നെ ഈ വനിതാ കമ്മീഷൻ്റെ ശമ്പളം, അലവൻസ് ഇതൊക്കെ എവിടെ നിന്നുമാണ്? ഏത് ഫണ്ടിൽ നിന്നുമാണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് നൽകുന്നത്. ശമ്പളവും അലവൻസും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും നൽകുന്നു. സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട നയങ്ങളും സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ കമ്മീഷനോട് കൂടി ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട നയങ്ങളും സംസ്ഥാന സർക്കാർ ആരോട് കൂടി ആലോചിക്കണം? സംസ്ഥാന വനിതാ കമ്മീഷനോട് കൂടി ആലോചിക്കണം. ഈ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഏത് വർഷമാണ്? 1995 ഡിസംബർ 1 നിലവിൽ വന്ന ആക്ട് പ്രകാരം. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് ഏത് വർഷമാണ്? 1995. ഈ നിയമത്തിന് അംഗീകാരം നൽകിയ രാഷ്ട്രപതി ആരാണ്? ശങ്കർ ദയാൽ ശർമ്മ. ശങ്കർ ദയാൽ ശർമ്മയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഈ നിയമമില്ലേ ഇതിന് അംഗീകാരം നൽകിയത്. ടോട്ടൽ 28 സെക്ഷനാണ് സംസ്ഥാന വനിതാ കമ്മീഷനുള്ളത്. ടോട്ടൽ 28 സെക്ഷൻ. അടുത്ത ചോദ്യം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1, 2. പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ ബിവീഷ്. അപ്പോൾ ഈ പാർലമെൻ്ററി അഫയേഴ്സ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ സൈറ്റിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ലക്ഷ്യം എന്തൊക്കെയാണ്? ഈ ഒരു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, 1, രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യം ശക്തിപ്പെടുത്തുക. രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യം ശക്തിപ്പെടുത്തുക. 2, ജനങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ പൗരത്വബോധം പരിപോഷിപ്പിക്കുക. ജനങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ പൗരത്വബോധം പരിപോഷിപ്പിക്കുക. അടുത്ത, ജനാധിപത്യത്തെ ജനങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ സംഘാടന തത്വമാക്കുക. ജനാധിപത്യത്തെ ജനങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ സംഘാടന തത്വമാക്കുക. അപ്പം എന്തൊക്കെയാണ്? രാജ്യത്തെ പാർലമെൻ്ററി ജനാധിപത്യം ശക്തിപ്പെടുത്തുക, ജനങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ പൗരത്വബോധം പരിപോഷിപ്പിക്കുക, ജനാധിപത്യത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ സംഘാടന തത്വമാക്കുക. ഇതിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞു. ആരാണ്? നമ്മുടെ പാർലമെൻ്ററി വകുപ്പ് മന്ത്രി. അതാരാണ്? MP രാജേഷാണ്. ചെയർമാൻ ഡോക്ടർ ബിവീഷ്. ഇതിൽ ബോർഡ് ഓഫ് ഗവേണേഴ്സ് ഉണ്ട്. ബോർഡ് ഓഫ് ഗവേണേഴ്സ്. ഈ ബോർഡാണ് പാർലമെൻ്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പൊതുവായ മേൽനോട്ടവും ഭരണവും നയപരവുമായ കാര്യങ്ങളും ചെയ്യുന്ന പരമോന്നത സമിതി. പാർലമെൻ്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പൊതുവായ മേൽനോട്ടവും ഭരണവും നയപരവുമായ കാര്യങ്ങൾ ചെയ്യുന്ന പരമോന്നത സമിതിയാണ് ബോർഡ് ഓഫ് ഗവേണേഴ്സ്. ഇനി എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട്. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെയാണ് ശരിക്കും ഈ ഡോക്ടർ ബിവീഷ് ഡയറക്ടറായിട്ടുള്ളത്. ഡയറക്ടർ ജനറൽ, അത് ചെയർമാൻ എന്ന് നമ്മൾ പറയുന്നു. അപ്പം ഈ ചെയർമാനാണ് ഡയറക്ടർ ജനറൽ, അത് ഡോക്ടർ ബിവീഷാണ്. ഇത് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ബോർഡ് ഓഫ് ഗവേണേഴ്സിൻ്റെ മൊത്തത്തിലുള്ള മേൽനോട്ടത്തിനും നയപരമായ നിർദ്ദേശങ്ങൾക്കും വിധേയമായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഈ എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബോർഡ് ഓഫ് ഗവേണേഴ്സ് അതുപോലെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇങ്ങനെ രണ്ട് കൗൺസിൽസ്, രണ്ട് ബോർഡുകൾ ഇങ്ങനെ ഇതിനുണ്ടെന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ എന്താണ്? 1, 3 ശരി. ചെയർമാൻ
ശ്രീ മനോജ് കുമാറാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. അത് രണ്ടും ശരിയാണ്. ആസ്ഥാനം എറണാകുളം എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2013 ജൂൺ 3 നിലവിൽ വന്നു. 2013 ജൂൺ 3. ആദ്യ അധ്യക്ഷൻ നീല ഗംഗാധരൻ. ചെയർപേഴ്സൺ KV മനോജ് കുമാർ. നിലവിലെ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. നിലവിൽ വന്നത് 2013 ജൂൺ 3. ആദ്യ അധ്യക്ഷൻ നീല ഗംഗാധരൻ. നിലവിൽ KV മനോജ് കുമാർ. ഏത് നിയമപ്രകാരമാണിത് വന്നത്? കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട്, CPCR ആക്ട്. കമ്മീഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് 2005. ഇതിൻ്റെ 13(1) വകുപ്പ് പ്രകാരമാണ് നിലവിൽ വന്നത്. അപ്പോൾ CPCR ആക്ട് 2005 13(1) വകുപ്പ് പ്രകാരം ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സർക്കാരിനാണ്. റിപ്പോർട്ട് ആർക്കാ? സർക്കാർ. അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും 6 മെമ്പേഴ്സും. ഒരു ചെയർപേഴ്സൺ 6 മെമ്പേഴ്സ്. ചെയർപേഴ്സൻ്റെ കാലാവധി 365 ആണ്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. മെമ്പേഴ്സിൻ്റെ 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാർ. ഇതിന് ഒരു സിവിൽ കോർട്ടിൻ്റെ പവറുണ്ട്. ഈ ഒരു കമ്മീഷന് സിവിൽ കോർട്ടിൻ്റെ പവറുണ്ട്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. ഇപ്പോൾ എറണാകുളമല്ല, ആസ്ഥാനം തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരി. നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ. ആസ്ഥാനം എറണാകുളം. അപ്പോൾ ഹൈക്കോടതിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, അതിൻ്റെ നടപടികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഹൈക്കോടതിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിലവിൽ വന്നത് 1956 നവംബർ 1. 1956 നവംബർ 1. ആസ്ഥാനം എറണാകുളം. നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ. ഇതിൻ്റെ കീഴിൽ, കേരള ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപ്. യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ്. 35 പെർമനൻറ്റ് ജഡ്ജീസും 12 അഡീഷണൽ ജഡ്ജീസും ഉണ്ട്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 35 പെർമനൻറ്റ് ജഡ്ജീസും 12 അഡീഷണൽ ജഡ്ജീസും എവിടെയുണ്ട്? കേരള ഹൈക്കോടതിയിലുണ്ട്. ആർട്ടിക്കിൾ ഏതാ? 226. ആർട്ടിക്കിൾ 226. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ആരാണ് അദ്ദേഹം? ഇന്ത്യൻ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KT കോശി. കേരള ഹൈക്കോർട്ടിൻ്റെ ആദ്യ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് KT കോശി. ജസ്റ്റിസ് അന്ന ചാണ്ടി ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോർട്ട് ജഡ്ജിയുമാണ്. അന്ന ചാണ്ടി പ്രത്യേകത എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി, ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോർട്ട് ജഡ്ജി. അപ്പം ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി വനിതാ ജഡ്ജി ആരാണ്? ജസ്റ്റിസ് M. ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് M. ഫാത്തിമ ബീവി. ഇവരുടെ 4 പേരുടെയും പേരിപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ഹൈക്കോർട്ടിൻ്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന 4 പേരുകളാണിത്. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, KT കോശി, അന്ന ചാണ്ടി, M. ഫാത്തിമ ബീവി. അപ്പോൾ നമ്മൾ ഇന്ന് സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുകളും നോക്കി. നമുക്കിനി പാർട്ട് 4 ലോസും അതുപോലെ തന്നെ സ്പോർട്സ്, കല, സാഹിത്യം ഈ കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക് യു.